ഗുഡ് ഈവനിംഗ് ഹോളി ഹെവൻ ഫാമിലി. ഇന്ന് വളരെ സ്പെഷ്യലായൊരു ദിവസമാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സർജറിയാണ്. അതെ, നമ്മുടെ മടിയുടെയും പരാജയങ്ങളുടെയും സംശയങ്ങളുടെയും ഒരു പോസ്റ്റ്മോർട്ടം. കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ സയൻസ് സംസാരിക്കുന്നു. പക്ഷെ സത്യം പറയട്ടെ, എത്ര പേർ അത് ജീവിതത്തിൽ പകർത്തി? ഇന്ന് നമ്മളോടൊപ്പം വിശാഖുണ്ട്. വെൽക്കം വിശാഖ്. അതെ ഐശ്വര്യ, പക്ഷേ ഇത് ആവശ്യമാണ്. നോക്കൂ, യൂട്യൂബിൽ നമ്മൾ കാണുന്നത് 15 സെക്കൻഡ് റീൽസാണ്. 15 സെക്കൻഡ് കൊണ്ട് ആർക്കും ഫിറ്റ്നസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഫിറ്റ്നസ് എന്നത് ഒരു തപസ്സാണ്, ഒരു യാത്രയാണ്. അതിന് ആഴത്തിലുള്ള ചർച്ച ആവശ്യമാണ്. വിശാഖ്, നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ കേൾവിക്കാർക്കെല്ലാം അറിയാം, ഷുഗർ കുറയ്ക്കണമെന്നറിയാം, നടക്കാൻ പോകണമെന്നറിയാം. പക്ഷേ ആരും ചെയ്യുന്നില്ല. എന്താണിതിന്റെ സൈക്കോളജി? ഇതിനെ ഞാൻ ഇൻഫർമേഷൻ ഒബീസിറ്റി എന്ന് വിളിക്കും. അതായത് അമിതവണ്ണം പോലെ തന്നെ അമിതമായ അറിവും ഒരു രോഗമാണ്. നമ്മൾ വിവരങ്ങൾ ഇങ്ങനെ വാരി തിന്നുകയാണ്. നമ്മുടെ തലച്ചോറിനൊരു കുഴപ്പമുണ്ട്. ഒരു മോട്ടിവേഷൻ വീഡിയോ കാണുമ്പോൾ തലച്ചോർ വിചാരിക്കുന്നത്, ആഹാ, ഞാൻ പണി തുടങ്ങി എന്നാണ്. സത്യത്തിൽ നമ്മൾ സോഫയിൽ കിടക്കുകയാണ്. ഇതൊരു ലഹരിയാണ്, പഠിക്കുന്നു എന്ന തോന്നൽ നൽകുന്ന ലഹരി. ആ ലഹരിയിൽ നിന്ന് പുറത്തു കിടക്കാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. വിശാഖ്, ആ ഇൻഫർമേഷൻ ഒബീസിറ്റി എന്ന വാക്ക് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ആ ഇൻഫർമേഷനെ ഒന്ന് ഫിൽട്ടർ ചെയ്യാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹൈപ്പർട്രോഫി ചർച്ച ചെയ്തു. പലർക്കും ഇപ്പോഴും സംശയമാണ്, ജിമ്മിൽ പോയി ഭാരം പൊക്കിയാലേ മസിൽ വളരൂ എന്നൊരു ധാരണയില്ലേ? നമ്മുടെ ഹോം വർക്കൗട്ട് വീഡിയോ കണ്ട് പലരും ചോദിച്ചു, വെറും പുഷപ്പ് എടുത്താൻ മസിൽ വരുമോ എന്ന്. എന്താണ് സത്യം? നല്ല ചോദ്യം. സയൻസ് വളരെ ലളിതമാണ്. മസിലിന് കണ്ണില്ല. അതിനറിയില്ല നിങ്ങൾ ജിമ്മിലാണോ അതോ ബെഡ്റൂമിലാണോ ഉള്ളതെന്ന്. അതിനാകെ അറിയാവുന്നത് ടെൻഷൻ എന്ന് മാത്രമാണ്. നിങ്ങൾ 50 കിലോ ബാർബൽ പൊക്കുന്നതും നിങ്ങളുടെ ശരീരഭാരം ഗ്രാവിറ്റിക്കെതിരെ പൊക്കുന്നതും മസിലിനെ സംബന്ധിച്ച് ഭാരം തന്നെയാണ്. ഇവിടെയാണ് പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന മാജിക് വരുന്നത്. തുടക്കത്തിൽ 5 പുഷപ്പ് എടുക്കുമ്പോൾ കിതയ്ക്കും. ഒരാഴ്ച കഴിയുമ്പോൾ അത് ഈസിയാകും. അപ്പോൾ 10 എണ്ണമാക്കുക. അല്ലെങ്കിൽ പുഷപ്പ് ചെയ്യുന്ന വേഗത കുറയ്ക്കുക, ടൈം അണ്ടർ ടെൻഷൻ. ഇങ്ങനെ ലോഡ് കൂട്ടി കൊണ്ടുവന്നാൽ ജിമ്മിൽ പോകാതെ തന്നെ മസിൽ വളർത്താം. അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മസിൽ വലുപ്പമാണോ? അല്ല. നോക്കൂ, വലിയ മസിലുള്ള ബോഡി ബിൽഡർമാർക്ക് ചിലപ്പോൾ ഒരു മരത്തിൽ കയറാൻ പറ്റില്ല. പക്ഷേ മെലിഞ്ഞ ഒരു കർഷകന് അത് പറ്റും. ഹോളി ഹെവനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് റിയൽ സ്ട്രെങ്താണ്. നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? തറയിൽ നിന്ന് എഴുന്നേൽക്കാൻ കൈ കുത്താതെ പറ്റുന്നുണ്ടോ? അതാണ് റിയൽ സ്ട്രെങ്ത്. വിശാഖ്, വർക്കൗട്ടൊക്കെ സമ്മതിച്ചു. പക്ഷെ നമ്മൾ മലയാളികളാണ്. ചോറ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. പൊറോട്ടയും ബീഫും നമ്മുടെ വികാരമാണ്. ഇതൊക്കെ ഒഴിവാക്കി സന്യാസിയാകണമെന്നാണ് ഹോളി ഹെവൻ പറയുന്നത്? ഒരിക്കലല്ല. ഞാനൊരു ഫുഡ് ലവറാണ്. ബേക്കറി നടത്തിയ ആളാണ്. ഭക്ഷണത്തെ വെറുത്തുകൊണ്ട് ഫിറ്റ്നസ് നേടാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം: ഊർജം, കാലറി. നമ്മൾ കഴിക്കുന്ന ചോറെന്ന് പറയുന്നത് പെട്രോൾ പോലെയാണ്. വണ്ടി ഓടുന്നില്ലെങ്കിൽ പെട്രോൾ ടാങ്കിൽ നിന്നും തുളുമ്പിപ്പോകും. അതാണ് നമ്മുടെ കുടവയർ. ചോറ് നിർത്തണ്ട, പക്ഷേ അളവ് കുറയ്ക്കാം. കൂടെ ധാരാളം പച്ചക്കറികൾ കഴിക്കാം. പ്രോട്ടീൻ, മുട്ട, പയർ, മീൻ കൂട്ടാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു നിയമമുണ്ട്, 80-20 റൂൾ. 80% സമയം നല്ല ഭക്ഷണം കഴിക്കുക. 20% സമയം, ഞായറാഴ്ചകളിലോ മറ്റോ, നിങ്ങൾക്കിഷ്ടമുള്ള പൊറോട്ടയോ പായസമോ കഴിക്കുക. ഗിൽറ്റ് വേണ്ട. അതൊരാശ്വാസമാണ്. ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ പട്ടിണി കിടക്കലാണ് എന്നാണ് പലരുടെയും ധാരണ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഐശ്വര്യ, ജിമ്മിൽ പോകുന്നവരും ഡയറ്റ് ചെയ്യുന്നവരും പരാജയപ്പെടാൻ കാരണം അവർ ശരീരത്തെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നതാണ്. ഹോളി ഹെവൻ വേറിട്ട് നിൽക്കുന്നത് ഇവിടെയാണ്. ബോഡി, മൈൻഡ്, സോൾ. എന്താണ് ഈ സോൾ ഫിറ്റ്നസ്? അതെ, അതെന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? പലരും വിചാരിക്കുന്നത് ഇതെന്തോ മതപരമായ കാര്യമാണ് എന്നാണ്. ഇത് മതമല്ല, ഇത് ബോധമാണ്, കോൺഷ്യസ്നസ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ വെറുതെ കൈകാലുകൾ ഇളക്കുകയാണോ അതോ ആ നിമിഷത്തിൽ പൂർണ്ണമായി മുഴുകുകയാണോ? മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. ഒരു പുഷപ്പ് എടുക്കുമ്പോൾ എന്റെ നെഞ്ചിന്റെ പേശികൾ വികസിക്കുന്നത് ഞാൻ അറിയുന്നു. എന്റെ ശ്വാസം ഞാൻ അറിയുന്നു. ആ നിമിഷം ആ വർക്കൗട്ട് ഒരു ധ്യാനമായി മാറുകയാണ്. രാവിലെ എഴുന്നേറ്റ് 5 മിനിറ്റ് വെറുതെ ഇരിക്കുക. നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്ക് നടക്കാൻ കഴിയുന്നുണ്ടല്ലോ, എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഈ ഒരു ചിന്താഗതി വന്നാൽ പിന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് മുടക്കാൻ കഴിയില്ല. കാരണം അതൊരു ആരാധനയായി മാറിക്കഴിഞ്ഞു.
വിശാഖ്, സമയം പോയതറിഞ്ഞില്ല. അവസാന സെഗ്മെന്റിലേക്ക് കടക്കാം. നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന ചില സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കാം. എനിക്ക് വയസ്സ് 40ആയി. ഇനി തുടങ്ങിയിട്ട് കാര്യമുണ്ടോ? എനിക്ക് മുട്ടുവേദനയുണ്ട്. സ്ക്വാട്ട് ചെയ്യാമോ? 40 വയസ്സ് എന്നത് ഒരു നമ്പറാണ്. മസിൽ വളരാൻ പ്രായപരിധിയില്ല എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഏറ്റവും നല്ല സമയം. മുട്ടുവേദനയുള്ളവർ ചാടി സ്ക്വാട്ട് ചെയ്യരുത്. പക്ഷേ ചെയർ സ്ക്വാട്ട് ചെയ്യാം. ചലനമില്ലെങ്കിൽ വേദന കൂടുകയുള്ളൂ. ഗ്രേറ്റ്. ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ മിനിറ്റ് നമ്മളെ കേട്ടിരുന്നവർക്ക് എന്ത് ടാസ്ക്കാണ് കൊടുക്കുന്നത്? സിമ്പിൾ. ഈ പോഡ്കാസ്റ്റ് ഓഫ് ചെയ്ത ഉടനെ ഒരു നോട്ട്ബുക്ക് എടുക്കുക. അതിൽ 3 കാര്യങ്ങൾ എഴുതുക. എന്തുകൊണ്ട് എനിക്ക് ഫിറ്റ്നസ് വേണം? വൈ. നാളത്തെ വർക്കൗട്ട് സമയം ഏതാണ്? വെൻ. നാളെ എന്ത് ഭക്ഷണം ഞാൻ ഒഴിവാക്കും? വോട്ട് ടു അവോയ്ഡ്. ഇത് എഴുതി വയ്ക്കുക. നാളെ രാവിലെ 15 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുക. ഹോളി ഹെവൻ എന്നത് വെറുമൊരു ചാനലല്ല, ഇതൊരു വിപ്ലവമാണ്. ഉള്ളിൽ നിന്നുള്ള വിപ്ലവം. വളരെ നന്ദി വിശാഖ്. ഇതൊരു മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു. ഫ്രണ്ട്സ്, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ആവശ്യമുള്ള ഒരാൾക്ക് ഷെയർ ചെയ്യൂ. നമുക്ക് ഒരുമിച്ച് വളരാം. ട്രെയിൻ വിത്ത് പേർപ്പസ്, ട്രാൻസ്ഫോം ഇൻ സ്പിരിറ്റ്.